ഹലോ. മദ്യപാനം ഇന്നും മദ്യപാനത്തിലേക്കാണ് വന്നിരിക്കുന്നത്. മദ്യപാനം എല്ലാവരും ഓരോരോ ലഹരി പദാർത്ഥം തുടങ്ങുന്നത് ആദ്യം മദ്യം കുടിച്ചിട്ടാണ്. മദ്യമാണ് അതിൻ്റെ കാരണക്കാരൻ. കുറച്ച് ദിവസം നമ്മൾ മദ്യം കുടിക്കും, അത് കഴിഞ്ഞിട്ട് മറ്റേത് നോക്കും, അടുത്തേത് നോക്കും. എന്തിനാണ് നിങ്ങൾ മദ്യം കുടിക്കുന്നത് പറ? ആ മദ്യം കുടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൊക്കെ തുറിച്ച് ഭാര്യയും മക്കളും നമ്മളെ പേടിച്ചിരിക്കും. ചിലപ്പോൾ അവർ പ്രാർത്ഥിക്കും, ഈ കാലമാടൻ ഇന്ന് വരായിരുന്നേ മതിയായിരുന്നു. കാരണം വീട്ടിൽ സമാധാനം കൊടുക്കൂല. കാരണം അതാണ് മദ്യപാനം. കാരണം പറഞ്ഞല്ല, നിങ്ങൾ ചിലപ്പോൾ സ്നേഹത്തിലാക്കി സംസാരിക്കുന്നത്. ഈ മദ്യം അകത്ത് ചെല്ലുമ്പോഴത്തേക്കും നിങ്ങളെ മൈൻഡ് വേറെ രീതിയിലേക്ക് അങ്ങ് മാറും. മൈൻഡ് വേറെ രീതിയിലേക്ക് അങ്ങ് പോകുന്നത്. കാരണം ഈ ആൽക്കഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ രക്തത്തിനെ കട്ട പിടിപ്പിക്കുന്ന സാധനമാണ്. എല്ലാവരും പറയും രക്ത ഓട്ടം കൊടുക്കുമെന്ന്. രക്ത ഓട്ടം കൊടുക്കൂല, രക്തം കട്ടായി കളയും. രക്ത ഓട്ടം കൊടുക്കുവാണെങ്കിൽ നീ ഇതിട്ട് ഒരു 1/2 ഗ്ലാസ് കുടിച്ചാൽ മതി. ഈ കപ്പ് തൊട്ട് ഒരു 1/2 ഗ്ലാസ് കുടിച്ചാൽ മതി, നീ ആ റോട്ടിൽ കിടക്കും. രക്ത ഓട്ടം ഇല്ലെങ്കിൽ ഒരു ഫുള്ള് വരെ നമ്മൾ അടിച്ച് തീർത്താലും അറിയില്ല, 2 ഫുള്ള് കുടിച്ചാലും അറിയില്ല. കാരണം രക്ത ഓട്ടം കുറവാണ് നിനക്ക്. ഞാൻ കള്ളം പറയുവാണെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ഡോക്ടർമാർക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. അറിയാവുന്ന ഡോക്ടർമാർക്ക് ചോദിച്ചു നോക്കണേ. ഞാനൊരു MBBS അല്ല, ഞാൻ ഓരോ കാര്യങ്ങൾ പറയുവാണ്. ഒന്നാതെ പൊതുവേ നമ്മൾ ഇവിടെ കേരളത്തിലെ മദ്യപാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും വാങ്ങിച്ച് കഴിക്കൂല. കാരണം കയ്യിൽ കാശ് വേണ്ടേ. ഉള്ളത് കൊണ്ട് പൈൻ്റ് അടിച്ച് തീർന്നു, പിന്നെ പെറ്റികൾ വന്ന് അതിലും തീർന്നു. മദ്യപിക്കുന്നത് ഒരു കാര്യം പറയണം, മദ്യപാനം കൊളസ്ട്രോൾ കൂട്ടുന്നതാണ്. മിച്ചർ കഴിക്കാൻ പാടില്ല, കടല കഴിക്കാൻ പാടില്ല, കോഴി കഴിക്കാം, പോത്ത് കഴിക്കാൻ പാടില്ല. ബീഫ് ഫ്രൈ ഒക്കെ നിങ്ങൾ വലിച്ചു വാരി തിന്നും. കുറച്ച് ദിവസം കൊളസ്ട്രോൾ കൂടും, അറ്റാക്ക് വന്ന് ചാവുകയും ചെയ്യും, ചത്തുപോകുന്നു. കാരണം നിങ്ങൾക്ക് അതേ ഉള്ള ഒരു പിന്നെ എരിവ്. മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒടുക്കത്തെ എരിവ് കഴിക്കും, പെട്ടെന്ന് കയറി തലയ്ക്ക് പിടിക്കും. മദ്യപാനം അതാണ്. ഈ ആഹാരം നിങ്ങൾ കഴിക്കാറില്ല. കഴിക്കുവാണെങ്കിൽ നിങ്ങൾ ബീഫ് ഫ്രൈയോ ലിവറോ ഇതൊക്കെ വാങ്ങിച്ചേ കഴിക്കുള്ളൂ. മീൻ വറുത്ത കഴിക്കണം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? 1 സ്പൂൺ മദ്യം കഴിച്ചാൽ 4 സ്പൂൺ ആഹാരം കഴിക്കണമെന്നാണ്. പക്ഷെ കഴിക്കാതിരിക്കാൻ നല്ലത്. കാരണം നിങ്ങളെ ഭാര്യേൻ്റെ അടുത്ത് നിങ്ങൾക്ക് പോകാൻ തോന്നൂല. പിന്നെ നിങ്ങളെ ഭാര്യ ആരെങ്കിലും കാണുമ്പോഴത്തേക്കും നമ്മൾ മദ്യപാനിക്കൊരു കാര്യമുണ്ട്, സ്വന്തം തെറ്റ് അംഗീകരിക്കൂല. നമുക്ക് ലൈംഗിക ബന്ധം നടത്താൻ പറ്റൂല. പക്ഷെ എന്നാലും ഭാര്യ ആരും ചിരിച്ചാൽ സംശയരോഗമാണ്. അതാണ്. ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ടാണ് അവൾ ചിരിക്കുന്നത്. അതാണ് നിങ്ങളെ മദ്യപാനിയുടെ പ്രധാന ദൂഷ്യം. ഇന്ന് മദ്യം കുടിച്ചിട്ട് അല്ലേ വീട്ടിൽ ലഹളം ഉണ്ടാക്കി വെട്ടിക്കൊല്ലുക, സംശയരോഗം എന്ന് പറയും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? മദ്യം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നാറ്റം, വീടി വലിക്കും, കട്ടൻ വീടി വലിക്കും, സിഗരറ്റ് വലിക്കും. ഇതൊക്കെ ഭയങ്കര നാറ്റമാണ്. ഭാര്യയും മക്കളും നിങ്ങളിത് പറയൂല. അതാണ് അതിൻ്റെ ദൂഷ്യം. ഭാര്യയും മക്കളും നിങ്ങളത് പറയൂല. സ്വന്തം ഭാര്യയല്ലേ കൂടെ കിടക്കും. നീ തിരിഞ്ഞ് കിടക്കുമ്പോൾ അവൾ തിരിഞ്ഞ് കിടക്കും, ആ സൈഡ് മുഖം വെച്ച് കിടക്കും. കാരണം നാറ്റാണ്. ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ. ഛർദ്ദിക്കാനൊക്കെ വരും രാത്രി പെണ്ണുങ്ങൾക്ക്. നിനക്കറിയില്ല, നീ വെള്ളം കുടിച്ചുകൊണ്ട് ചിലവർ മൂത്രം ഒഴിക്കുന്നുണ്ടല്ലോ. ചില പെണ്ണുങ്ങൾക്ക് പറയുന്നതാക്കാണല്ലോ, ഇവൻ രാത്രി കള്ളം കുടിച്ചിട്ട് വന്നിട്ട് മൂത്രം ഒഴിക്കലാണ് കിടക്കയിൽ. കിടക്കാപ്പായിൽ മൂത്രം ഒഴിക്കുന്നവരുണ്ട്. അത് ഇപ്പം അന്ന് കിടക്കപ്പായല്ലേ, അന്നല്ലേ കിടക്കപ്പായ. ഇപ്പം അങ്ങനെയല്ലേ, ബെഡല്ലേ, ബെഡ് മൊത്തം മൂത്രം ഒഴിച്ചിടുക. പിറ്റേ ദിവസം അതിൽ വന്ന് കിടക്കും. നീ നേരെ നടക്കുന്ന മനുഷ്യൻ
മദ്യം കുടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കണ്ണൊക്കെ ഒരു വേറെ മൂടല, വേറെ ഒരു മൈൻഡായി. എന്തിനാ മക്കളെ നമ്മൾ മദ്യം കുടിക്കുന്നത്? ആ പൈസയ്ക്ക് ആഹാരം വാങ്ങിച്ച് നിങ്ങൾ വീട്ടിൽ കൊണ്ടു കൊടുക്കുക. നിങ്ങളെ മക്കളായിട്ട് സ്നേഹമായിട്ട് ജീവിക്കുന്നേ. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അടുത്തവർ സഹായിക്കും. കാരണം എന്താട്ടെ, അല്ലെങ്കിൽ പറയാം അവൻ ഉള്ള കള്ളും വെള്ളം അടിച്ചിട്ട്. ഇവിടെ ഒരു സ്കൂൾ ബസ് ഓട്ടിക്കൊണ്ടിരുന്ന ഒരു ചേട്ടനാണ്, പുള്ളി മരിച്ചുപോയി. പുള്ളിയുടെ കറണ്ട് പോയി, അത് മാറ്റി വെക്കണം. 25 ലക്ഷം രൂപ വേണം. എല്ലാവരും കൂടി പിരിച്ചു പറക്കി കൊടുത്തു. പക്ഷെ അതിൻ്റെ ബാക്കിൽ കുറേ ആൾക്കാർ പറഞ്ഞത് ഇവനെന്തിനാ പിരിച്ചു കൊടുക്കുന്നത്, ഇവൻ കൊടുക്കത്ത കള്ളുകൂടിയല്ലേ. കള്ളു കുടിച്ച് വന്നതിന് ഇപ്പോൾ നമ്മൾ വല്ല ആക്സിഡൻറ്റ് കേസോ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാം. കള്ളു കുടിച്ചിട്ട് ലിവർ പോയി നെല്ലിക്കൊണ്ട് ഇവർ രക്ഷിക്കണോ എന്നല്ല കുറേ ആൾക്കാർ പറഞ്ഞ കാര്യമാണ്. അടുത്തവൻ 10 പൈസ സഹായിക്കില്ല കേട്ടോ. ഈ മദ്യപാനത്തിൽ മദ്യപാനിയായ മനുഷ്യൻ്റെ അടുത്ത് ആരും സഹായിക്കില്ല. കാരണം ഇവരുടെ വീട്ടിനടുത്ത് എപ്പോഴും ലഹളയാ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അടിയാ പെണ്ണും പിള്ളേനെ. അതാണ് ഇന്ന് റോട്ടിൽ തല്ലിക്കൊല്ലുന്ന ആൾക്കാരെ. കാരണം മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവൻ ആരാ? മറ്റവനാ. എന്തിനാ ഇതിന് ആവശ്യം? അതൊക്കെ നിർത്തിയാൽ പോരെ. നിർത്തിക്കഴിഞ്ഞാൽ ആരെങ്കിലും വന്നങ്ങ് ചോദിക്കുമോ, എന്നടാ മൈര നീ കുടിക്കാത്തതെന്ന് ചോദിക്കുമോ? ഇല്ലല്ലോ. എൻ്റെ പൊന്നേട്ടാ രാവിലെ കഴിച്ച് വേണ്ടാന്ന് വെച്ചാൽ വേണ്ട, തീർന്നു. ബീഡി വലി നിർത്തണമെന്ന് വെച്ചാൽ ബീഡി വലി നിർത്താം. ബീഡി വലിക്കാൻ തോന്നുമ്പോൾ നമുക്കൊരു പല്ലൊരു കിരിയിരിപ്പുണ്ടാവും. ഈ കിരിയിരിക്കുമ്പോൾ നല്ല ചൂടുവെള്ളം എടുത്തിട്ട് ഇച്ചിരി ചൂട് വേണം, അല്ലെങ്കിൽ ആ ബാവള്ളിപ്പും ആ ചൂടുവെള്ളം എടുത്ത് പല്ലിൽ ഈ നമ്മൾ വായിൽ വെച്ചിട്ട് ഈ പല്ലിൽ ഈ മോണയ്ക്കും ഇവിടെയൊക്കെ തട്ടാൻ കണക്കാക്കിയിട്ട് ഒരു എരിവ് ഒരു കണക്കാക്കി ചൂട് വേണം. അത് തീർന്നു. പിന്നെ വീഡിയോ വലിക്കൂല. ഇന്ന് ചെറുപ്പക്കാരൊക്കെ വീഡിയോ വലിക്കുന്നുണ്ട് പെണ്ണുങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്, പെമ്പിളരെ കാണാം. ഈ പെമ്പിളർ പ്രാവല. ഈ പൊലയാടി മോനൊക്കെ വീഡിയോ വലിച്ച് കണ്ടില്ല ആൾക്കാർ വിടുന്നത്. ഒരു പെണ്ണിനും ഒരു പെണ്ണിനും ഒരുത്തൻ സിഗരറ്റ് വലിക്കുന്നതോ ബീഡി വലിക്കുന്നതോ പിന്നെ കള്ളു കുടിക്കുന്നതോ ആർക്കും ഇഷ്ടപ്പെടില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കൂടി മൂന്നാളിന് പോകുന്നത് രാത്രിയൊക്കെ ഒരു പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ബൈക്കിൽ കൂടി കുറുന്ന് അടിപ്പിച്ചുകൊണ്ട് പോകും. ചില പെണ്ണുങ്ങൾ തെറി പറയുന്ന കേൾക്കണം. കൂഴച്ചക്കയില്ലേ, അല്ല വരിക്കച്ചക്ക കൂഴയായി വീഴും, അങ്ങനത്തെ തെറിയാ, പച്ചത്തെറി. എന്നാ തെറിയാ പറയുന്നത്. ആമ്പിളർ തോറ്റു പോയി ഇന്ന് പെണ്ണുങ്ങൾ തെറി പറയുന്നത് കേട്ടാ ഞാൻ കേട്ടിട്ടുണ്ട്. പെമ്പിള്ളേരെ തെറി ആണുങ്ങൾ തോറ്റുപോകും, അങ്ങനത്തെ തെറിയ, ചീഞ്ഞൊലിക്കുന്ന തെറിയാ പറയുന്നത്. അപ്പോൾ പെമ്പിള്ളേരെ കാണുമ്പോൾ നിങ്ങൾ ബൈക്കെടുത്ത് റൈസാക്കി പോകല്ല കേട്ടോ. പച്ചത്തെറിയാ പറയുന്നത്, പച്ച പുഴുത്ത തെറി, പുഴു പിടിച്ച തെറിയാ പറയുന്നത്. രണ്ട് പെണ്ണുങ്ങളോടി പോകുമ്പോൾ മര്യാദയ്ക്ക് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയാൽ കുറേ ദിവസം കൂടി ജീവിക്കാം. ഓക്കെ, ഇനി അടുത്ത വീഡിയോ കാണാം.